മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരസ്യ വിമർശനവുമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി. ചിലരുടെ താൽപര്യം നടപ്പാക്കാൻ പാണക്കാട് തങ്ങൾമാരെ കരുവാക്കിയെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞു. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് വിമർശനം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. വിമർശനം ഏത് തരത്തിലാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഈ വിമർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷഹീദ്? ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്ന സമയത്ത് ഇത്തരം ചില വിമർശനങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് താഴെ തട്ടിൽ പ്രവർത്തകർക്കിടയിലും മാക്സിമം മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത് അത്യസാധാരണമായ രീതിയിലാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലുള്ള മുതിർന്ന നേതാവ്, അദ്ദേഹം മുൻ MLA ആണ്, അദ്ദേഹം തന്നെ പരസ്യമായി ഈ തീരുമാനത്തെ, പാണക്കാട് സ്വാദിഖലി തങ്ങൾ പുറത്തുവിട്ട ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ ചോദ്യം ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരൂരങ്ങാടിയിലെ PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. സമീർ കുറച്ചു കാലം മുമ്പാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായി വന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തന പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എടുക്കുന്നു. അന്ന് തന്നെ അത് ചിലർ ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വവുമായി കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ ലീഗ് നേതാക്കൾക്കുള്ളിൽ ഇപ്പോൾ വിമർശനവും അമർഷവും രൂപപ്പെടുന്നതിന് സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തുറന്നു പറച്ചിലാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി നടത്തിയിരിക്കുന്നത്. ചിലരുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പാണക്കാട് സ്വാദിഖലി തങ്ങളെ കരുവാക്കുന്നു, പാണക്കാട് തങ്ങന്മാരെ കരുവാക്കുന്നു എന്നുള്ളതൊരു കടന്ന വിമർശനം തന്നെയാണ്. പാണക്കാട് തങ്ങളുടെ അവരുടെ എടുത്ത തീരുമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു സമുന്നതനായ നേതാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളത്, ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നു എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്നതാണ്. ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി സീറ്റ് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം താനൂരിൽ മുമ്പ് മത്സരിച്ച് MLA ആയതാണ്, പിന്നീട് അവിടെ പരാജയപ്പെട്ടതാണ്. ഇത്തവണ സീറ്റ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സീറ്റ് ആഗ്രഹത്തിലുപരിയായി PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വം ലീഗിനുള്ളിൽ പൊതുവെ പല നേതാക്കന്മാർക്കും അത്തരം അമർഷമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി പ്രത്യേക താല്പര്യമെടുത്ത് ഇങ്ങനെ മറ്റ് മാനദണ്ഡങ്ങളെല്ലാം മറികടന്നുകൊണ്ട്, പാണക്കാട് തങ്ങന്മാരുടെ തീരുമാനത്തെ പോലും മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ സ്വാധീനിച്ചുകൊണ്ടോ ഇത്തരമൊരു ആളെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തിന് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമായി ഉയർത്തുന്നു. ഇന്നലെ ഒരു നേതാവ്, വനിതാ നേതാവ് അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, വനിതാ ലീഗിന്റെ ദേശീയ നേതാവാണ്, അവരും മറ്റൊരു വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. മുതിർന്ന വനിതാ നേതാക്കളെ, കാലങ്ങളായി വനിതാ ലീഗിന്റെ ഒക്കെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആളുകളെ ഒഴിവാക്കി ഈ പുതിയ ഫാത്തിമ തെഹ്ലിയാണ് ഇപ്പോൾ വനിതാ ലീഗിന്റെ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ ഒരു വനിതാ പ്രതിനിധിയായി എടുത്തിരിക്കുന്നത്. അത്തരമൊരു വിമർശനവും നൂർബിന റഷീദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പരസ്യ വിമർശനം അതും വന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ലീഗിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് യുവ പ്രാതിനിധ്യം നൽകി എന്നുള്ള തരത്തിലുള്ള വലിയ സപ്പോർട്ടും പിന്തുണയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഈ PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വം മുഴച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ലീഗ് നേതാക്കന്മാർ ചെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അക്കാര്യത്തിൽ പല നേതാക്കന്മാർക്കും ശക്തമായ വിമർശനമുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.